ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ചുണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് കാണാം. ഇപ്പോൾ നിറയെ ചുണ്ടയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ചുണ്ടയ്ക്ക ഒരു ചെറിയ സാധനമല്ല കേട്ടോ. ഇതിന് വളരെയധികം ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും അതുമാതിരി തന്നെ നമ്മുടെ വയറ്റിലുള്ള അഴുക്കുകൾ പോകാനും ഈ ചുണ്ടയ്ക്ക കഴിക്കുന്നത് നല്ലതാണ്. നേരിട്ട് പച്ചയായിട്ട് കഴിക്കുമ്പോൾ അത് ചതച്ച് കറ കളഞ്ഞിട്ട് വേണം കഴിക്കാൻ. ഇത് ധാരാളം കിട്ടുന്ന സമയത്ത് നമുക്ക് കൊണ്ടാട്ടം ഉണക്കി വെച്ചിട്ടും കഴിക്കാം കേട്ടോ. ചുണ്ടയ്ക്ക ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ കുറച്ച് ചുണ്ടയ്ക്ക പൊട്ടിച്ച് കൊണ്ടുവന്ന് ചതച്ച് വെള്ളത്തിലിട്ടുണ്ട്. ഇതിൻ്റെ കറ പോവാനാണ് കേട്ടോ. കൊണ്ടാട്ടം ഉണ്ടാക്കുമ്പോൾ ഇതേമാതിരി ചതച്ച് വെള്ളത്തിലിട്ട് ഊറ്റി പിഴിഞ്ഞ് ഉണക്കുകയാണ് നല്ലത്. ഉപ്പും മോരിലൊക്കെ ഇട്ടിട്ട് ഉണക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് കറി വയ്ക്കാൻ നോക്കാം. കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കും. ഉലുവയും കടുകൊക്കെ പൊട്ടിയ ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇളക്കിയ ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും മൂത്ത് വരുമ്പോൾ ഒരു പിടി വെളുത്തുള്ളി അരിഞ്ഞ് ചതച്ച് വെച്ചാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം നല്ലോണം. വെളുത്തുള്ളി മൂത്ത് വന്നു കഴിഞ്ഞാൽ ചെറിയ ഉള്ളി, നമ്മൾ സാമ്പാർ ഉള്ളിക്കില്ലേ, അത് നല്ലോണം ഒരു പിടി നല്ലോണം ചതച്ച് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളി മൂത്ത് വരുമ്പോൾ ഒരു 2 തക്കാളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. തക്കാളി പകുതി വേവാകുമ്പോൾ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന കറ കളഞ്ഞ ചുണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ചുണ്ടയ്ക്കാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചുണ്ടയ്ക്ക കഴുകിയ വെള്ളം കണ്ട് ഇത്രയും കറയുണ്ട്, ഇത്ര കറുപ്പ് കളറായിട്ടുള്ളൊരു കറയുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് വയറ്റിൽ നല്ലതല്ല. അങ്ങനെ നല്ലോണം ഇളക്കി കൊടുക്കാൻ. ചുണ്ടയ്ക്കയും തക്കാളിയും ഉള്ളിയൊക്കെ കൂടി നല്ലോണം വഴങ്ങുമ്പോൾ അതിലേക്ക് വേണ്ട കൂട്ടാണ്ടിക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി എടുത്ത ശേഷം ഇനി നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂണ് മല്ലിപ്പൊടിയാണ് ഇട്ടിരുന്നത്, കൊത്തമല്ലിയുടെ പൊടിയാണ് ഇട്ടിരുന്നത്. അതിട്ട് നല്ലോണം പച്ചവാസന പോകുന്നവരെ ഇളക്കി കൊടുക്കാം. ഇനി ഇവിടെ ഒരു 1-1.25 സ്പൂണ് മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതും നല്ലോണം ഇട്ട് ഇളക്കി കൊടുക്കാം. ഇത് മല്ലിപ്പൊടിയും മുളകും പൊടിയും അതിൻ്റെ ആ പച്ച വാസന പോകുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പുളി ഒഴിക്കാം. നമ്മൾ ഇപ്പോൾ ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിലിടുക അങ്ങോട്ട് ഈ വെള്ളം വെള്ളാക്കി വെച്ചിരുന്ന് അത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് കറിക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് കൊടുക്കാം. ഇത് സാധാരണയായിട്ട് ഒരു തിക്ക് കറിയാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ചുണ്ടങ്ങ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു പിടി കൊത്തമല്ലിയുടെ ഇല ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു മണമാണ്. അപ്പോൾ ഈ കൂട്ടാൻ ദോശയ്ക്കും ഇഡ്ഡലിക്കും ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇതേമാതിരിയൊക്കെ ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയാം കേട്ടോ.